നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരം കാത്തിരിക്കുകയാണല്ലോ ആരാധകരധികവും. രാത്രി ഇന്ത്യൻ സമയം 1:30 ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ മൈതാനത്താണ് ആ കളി നടക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ യമാലിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വന്നിട്ടുണ്ട്. പലപ്പോഴും യമാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുമ്പോൾ പലർക്കും ഒരു ചെറിയ ആശങ്കയാണ്, എന്താണ് ഇപ്പോൾ ഈ പയ്യൻ ഈ പണി ചെയ്തിട്ട് കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. ഏതായാലും യമാൽ തൻ്റെ ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ വെച്ചിട്ട് അതിൽ എഴുതിയിരിക്കുന്നു, സമയമായിരിക്കുന്നു, ദി ടൈം ഹാസ് കം എന്നാണ്, സമയം വന്നെത്തിയിരിക്കുന്നു എന്ന്. ഏതായാലും അവന് മിന്നിക്കത്തി കളിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് കരുതാം. അവൻ്റെ ഭാഗത്ത് നിന്ന് മികച്ചൊരു പ്രകടനം വന്നേ പറ്റൂ. ബാഴ്സക്ക് ഈ കളി വിജയിക്കേണ്ടതുണ്ട്. ആദ്യപാദത്തിൽ കാലിടറാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിൽ അവർ കൊണ്ടുപഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യപാദ മത്സരത്തിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. ആരൊക്കെയായിരിക്കും ബാഴ്സലോണയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇന്ന് ഇറങ്ങുക? ഇപ്പോൾ കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടീവോ അതിലേക്ക് ചില സൂചനകൾ നൽകുന്നുണ്ട് ആരൊക്കെയായിരിക്കുമെന്ന്. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് യമാലും ലെവൻഡോസ്കിയും റാഫീനയും ഒരുമിച്ചിറങ്ങുമെന്നാണ് സൂചന. ഡിഫൻസിൽ എറിക് ഗാർഷ്യയും കുബാഴ്സിയും ജെറാർഡ് മാർട്ടിനും കൺസെലയുമായിരിക്കുമെന്നും വിവരമുണ്ട്. ബെർണാലും പെഡ്രിയും ഫെർബിനുമായിരിക്കും മധ്യനിരയിൽ. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യയും. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ലൈനപ്പ് നോക്കിയാൽ ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, ഡിഫൻസിൽ എറിക് ഗാർഷ്യ, കുബാഴ്സി, ജെറാർഡ് മാർട്ടിൻ, കൺസേലോ. മധ്യനിരയിൽ ബെർണാല്, പെഡ്രി, ഫെർമിൻ. മുന്നേറ്റത്തിൽ ലാമിനെ യമാൽ, ലെവൻഡോസ്കി, റാഫീഞ്ഞ. ഏതായാലും സെൻറ്റ് ജെയിംസ് പാർക്ക് പോയിട്ട് വിജയിച്ച് കയറിയ എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം. നേരത്തെ ലീഗ് ഘട്ടത്തിൽ 2-1 വിജയിച്ചിട്ടുണ്ട്. അന്ന് റാഷ്ഫോർഡ് ടീമിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കണം. എന്തും സംഭവിക്കാം. പക്ഷേ ബാഴ്സ വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.